എന്താ ചെയ്യ, ഒരു സാധനം ഒന്ന് മുറ്റത്തിട്ട് ഉണക്കാവരിക്കും. ഇതനക്ക് ഇങ്ങനെ വയറ് നിറയെ തിന്നു പോകാനിത് സപ്ലൈക്കോല അരിയല്ലത്. ദാദിവേല കൊടുത്തിട്ട് ആ അദ്രൈമൂൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഒരു മണി അരിയാ പോയ എൻ്റെ കായ്യാ പോണത്. 38 റുപ്യയുടെ അരിക്ക് 45 റുപ്യയുടെ കണ്ണാടിയാ വെച്ചേക്കണേ. എന്നിട്ടും കാക്കൊക്കെ ഉണ്ട് നല്ല കൂസല്. അതെ, എവിടക്ക പോണേ? ഇങ്ങോട്ട് വരി. ഞാൻ നമ്മള് രാഘവേട്ടന്റെ വീട്ടിലേക്കാ. അത് കോയയുടെ വീടാണ്. അല്ല, അത് മനസ്സിലായി. ഇതിന്റെ പുറകിലല്ലേ രാഘവേട്ടന്റെ വീട്? പുറകിൽ തന്നെ വീട്. അപ്പൊ ഇതിലാണ്ട് പോവാ. ഇതേന്ന് പോണ്ട അവിടേക്ക്. രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പുറകിൽ കൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കായോർത്തി ഈ സ്ഥലം മേടിച്ചിട്ടേക്കണത്. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണേ. നിങ്ങൾ ഏത് പകർന്നു വന്നാലും വേണ്ടിയില്ല, അദ്ദേഹം പോവാൻ പറ്റില്ല. അല്ല, ഞാൻ ഇതിലേ കൊണ്ട് പോയിക്കോളാം. എളുപ്പല്ലേ പോവാൻ? പോവാനൊക്കെ എളുപ്പമുണ്ട്. പതിയേനെ പോവാ വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടേക്ക്. 50 മീറ്റർ ഉള്ളു. പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല. അതല്ലേ കളി. എനിക്കിഷ്ടല്ല. അല്ല, ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പോഴേ അയാൾ പറഞ്ഞൊരു പൂവങ്കോയന്റെ തൊടി കൂടെ കണ്ട് പോയാൽ മതി. പൂവങ്കോയന്റെ ആരങ്ങനെ പറഞ്ഞു? അവിടെ ഒരു പണിയെടുക്കുന്ന ഒരാള് റോഡിന്റെ സൈഡിൽ. അയാൾ പറയാ പൂവങ്കോയാന്ന്. ആരാ പൂവങ്കോയ? പൂവങ്കോയ ഓന്റെ വാപ്പ. നിങ്ങളോട് പറഞ്ഞില്ലേ ഓന്റെ വാപ്പ പൂവങ്കോയ, അല്ലാണ്ട് ഞാനല്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മാമാടോടുന്ന് ഒരു ഒരു പൂവങ്കാട് ഒരു കൊല ഞാൻ വെട്ടി. ദാരിദ്ര്യം കൊണ്ടാണ്. അന്ന് അത് വെട്ടിയപ്പോൾ എൻ്റെ മാമാടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്താ ചെയ്തോ പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത്. അന്ന് മുതൽ ഈ കള്ളൈമാറുകൾ എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവങ്കോയാന്ന്. അറിയില്ല. അങ്ങനെ പൂവണ്ട അങ്ങനെ ഞാൻ ഇല്ല പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു തന്നെ. പക്ഷെ നിങ്ങൾ ഇന്നെ പൂവങ്കോയാന്ന് വിളിച്ചു. ഇനി ഇതേ പോവാൻ പറ്റില്ല. അല്ല, ഇനി ഞാൻ പൂവങ്കോയെന്ന് വിളിക്കൂല. നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം വിളിക്കുന്നു? ഇപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ വിളിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പോവണ്ട, നടക്കൂല. വേറെ വഴി വേറെ വഴിയുണ്ട്. 1.5 കിലോമീറ്റർ പോണം. ഇതേനെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. ഞാൻ സമ്മതിക്കൂല. രാഘവന്റെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് പറഞ്ഞോളി ഇതേനെ കടക്കാൻ നോക്കിയപ്പോ സമ്മതിക്കാണ്ട് 1.5 കിലോമീറ്റർ അതേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടോടക്ക് വരുന്നതെന്ന് കൊണ്ടിട്ട് പറഞ്ഞോളേട്ടാ. അത് ഓൻ കേട്ടൊക്കെ ഒരു സുഖാണേ. എന്നാ പോയിക്കാം. പൂവങ്കോയ പോട്ടാ കള്ളയി മാറ. എന്റെ വാപ്പാണ് പൂവങ്കോയ. കള്ള തച്ചാലേ ഓൻ്റെ അടുക്ക് വരുന്നവനും ഓനും ഒക്കെ ഒരു ജാതി തന്നെ. ഏജാലികള് പാക്കയായിരുന്നു. ഇവിടെ കടന്നിട്ട് കാക്കാണ്ട്. പൂവങ്കോയി അല്ലേ അത്? അല്ല, ചാത്തൻ കോഴി. എന്റെ പേര് ഞാൻ എന്നെ പറഞ്ഞ് കളിയാക്കുക.